ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ് എന്ന ഉമർ ഉന്നബിയുടെ കാശ്മീരിലെ വീട് സുരക്ഷാസേന തകർത്തു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് തെക്കൻ കാശ്മീരിലെ പുൽവാമയിലുള്ള വീട് ഇടിച്ചു നിരത്തിയത്. ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണക്കുന്നവർക്ക് സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാശ്മീരിലെ ഇയാളുടെ വീട് തകർത്തത്. മുൻപ് പഹൽഗാം ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കെതിരെയും വീട് തകർക്കുന്ന നടപടി സ്വീകരിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 13 പേർ മരിക്കുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഫരീദാബാദിൽ അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടറായ ഉമറാണ് ചെങ്കോട്ടയ്ക്ക് സമീപം നേതാജി സുഭാഷ് മാർഗിലെ ട്രാഫിക് സിഗ്നലിനടുത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ഹുണ്ടായി i20 കാർ ഓടിച്ചിരുന്നത് കണ്ടെത്തി. സ്ഫോടന സ്ഥലത്തു നിന്നും കണ്ടെത്തിയതും ഇയാളുടെ അമ്മയിൽ നിന്ന് ശേഖരിച്ചതുമായ DNA സാമ്പിളുകൾ ഒത്തുനോക്കിയാണ് കാറിൽ ഉമറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഏകദേശം 2900 കിലോഗ്രാം ബോംബ് നിർമ്മാണ സാമഗ്രികളും അസോർട്ട് റൈഫിളുകൾ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങളും കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനം നടന്നത്. ഉമറിന്റെ കൂട്ടാളികളും ഡോക്ടർമാരുമായ മുസമ്മിൽ, ഷഹീൻ സയ്യിദ് എന്നിവരിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. ഫരീദാബാദിൽ സ്ഫോടന വസ്തുക്കൾ ശേഖരിച്ചതിന് പിന്നാലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസത്ത് ഉൽ ഹിന്ദ് എന്നിവയുമായി ബന്ധമുള്ള ഈ സംഘം വളരെ വലിയൊരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായും കൂട്ടാളികൾ അറസ്റ്റിലായപ്പോൾ ഉമർ പരിഭ്രാന്തിയായതിന്റെ ഫലമായാണ് ഡൽഹി സ്ഫോടനം നടന്നതെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.